ന്യൂ ജനറേഷൻ കൃഷിരീതികളാണ് PVC പൈപ്പിലെ കുരുമുളക് കൃഷിയും അതുപോലെ തന്നെ കുറ്റിക്കുരുമുളക് കൃഷിയും. ഒരു ചെറിയ ചെടിയിൽ നിന്ന് കാര്യമായ ആദായം കിട്ടില്ല എന്നതാണ് കുറ്റിക്കുരുമുളകിന്റെ പ്രശ്നമെങ്കിൽ തുടക്കത്തിലെയുള്ള ഭാരിച്ച ചെലവാണ് PVC പൈപ്പിൽ കുരുമുളക് വളർത്തുമ്പോൾ ഒരു കർഷകൻ നേരിടുന്നത്. എന്നാൽ ഒരു വള്ളി കുരുമുളകിനെ കുറ്റിക്കുരുമുളകാക്കി കൺവേർട്ട് ചെയ്യുന്നത് പോലെ വളരെ ചുരുങ്ങിയ ചെലവിൽ ഒരു വള്ളി കുരുമുളകിൽ നിന്നും 1-2 ആൾ പൊക്കം വയ്ക്കുന്ന ഒരു മരം പോലെയുള്ള ഒരു ചെടിയെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട 100% ശാസ്ത്രീയമായ അറിവുകൾ മാത്രം പങ്കുവെക്കുന്ന ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക. കുരുമുളകിൻ്റെ തന്നെ അതേ ഫാമിലിയിലും അതേ ജീനസിലും പെട്ട മറ്റൊരു സസ്യമാണ് ബ്രസീലിയൻ തിപ്പലി, അതല്ലെങ്കിൽ പെപ്പർ കൊളിബ്രിനം എന്ന് പറയുന്ന സസ്യം. കുരുമുളകിനേക്കാൾ വളരെ ശക്തമായ വേരും അതുപോലെ തന്നെ സ്റ്റെമ്മുമാണ് ഈ സസ്യത്തിന് ഉള്ളത്. വളരെ പെട്ടെന്ന് വളരുന്ന, അതും 1-2 ആൾ പൊക്കത്തിൽ വളരുന്ന ഈ സസ്യത്തിന് സാധാരണ ഒരു കുരുമുളക് ചെടിയെ ഒരു മരമാക്കി വളർത്താൻ നമ്മളെ സഹായിക്കാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് വി ഗ്രാഫ്റ്റിംഗ്, അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് എന്നീ 2 ഗ്രാഫ്റ്റിംഗ് ടെക്നിക്സുകൾ ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. ഈ ചെടിയുടെ ഓരോ മുട്ടിൽ നിന്നും ധാരാളം ശാഖകൾ കിളിർത്തു വരുന്നുണ്ടെങ്കിലും അവയ്ക്ക് കാര്യമായ ആരോഗ്യമില്ലാത്തതുകൊണ്ട് ആ കമ്പുകളിൽ ഗ്രാഫ്റ്റിംഗ് ചെയ്യുന്നത് അത്ര ഉചിതമായിരിക്കില്ല. എന്നാൽ വളരെ ശക്തമായിട്ടുള്ള മെയിൻ സ്റ്റെമ്മിൻ്റെ സൈഡിലത്തെ തൊലി ചെത്തി മാറ്റി അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വഴി ഒരു വള്ളി കുരുമുളകിൻ്റെ കായുണ്ടാകുന്ന ശാഖയോ അതല്ലെങ്കിൽ കുറ്റിക്കുരുമുളകിൽ നിന്ന് ശേഖരിച്ച ശാഖയോ നമുക്ക് ഈ ഒരു സസ്യത്തിലേക്ക് ഒട്ടിച്ചു ചേർക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള അത്രയും ശാഖകളെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് വഴി ഈ ഒരു മരത്തിലേക്ക് ഒട്ടിച്ചു ചേർത്ത് ഒരു കുരുമുളക് മരമായിട്ട് നമുക്ക് വളർത്താൻ സാധിക്കും. അതുപോലെ തന്നെ അപ്രോച്ച് ഗ്രാഫ്റ്റിംഗ് നിങ്ങൾക്ക് സക്സസ് ആകുന്നില്ല എങ്കിൽ ഈ ചെടിയെ വളരെ ചെറുപ്പത്തിൽ തന്നെ ട്രെയിനിങ് കൊടുത്ത് നാമ്പ് നുള്ളി ഒരുപാട് മെയിൻ സ്റ്റെമ്മുകളെ രൂപപ്പെടുത്തിയെടുക്കാം. അങ്ങനെ രൂപപ്പെടുത്തിയ സ്റ്റെമ്മുകളിലേക്ക് നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്ന വി ഗ്രാഫ്റ്റിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ 1-2 ആൾ പൊക്കമുള്ള ഒരു കുരുമുളക് മരം നമുക്ക് നമ്മുടെ കൃഷിയിടത്തിൽ വളരെ ചുരുങ്ങിയ ചെലവിൽ രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ഈ ഒരു ചെടിയെ എവിടെ നിന്ന് ലഭിക്കും എന്നതാണ് നിങ്ങളുടെ ചോദ്യമെങ്കിൽ സാധാരണയായിട്ട് കർഷകർ വർഷങ്ങളായിട്ട് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സസ്യം തന്നെയാണിത്. അതുകൊണ്ട് തന്നെ കുരുമുളക് കർഷകരുടെ അടുത്ത് ഈ ചെടി കാണും. അങ്ങനെ നിങ്ങൾക്ക് തൈകൾ ലഭിക്കുന്നില്ല എങ്കിൽ നഴ്സറിയിൽ നിന്നും കൊളിബ്രിനത്തിൽ ഗ്രാഫ്റ്റ് ചെയ്ത ഒരു കുരുമുളക് തൈ വാങ്ങിക്കുക. ഗ്രാഫ്റ്റ് ചെയ്ത ഭാഗം മുറിച്ചു കളഞ്ഞാൽ ചുവട്ടിൽ നിന്ന് കിളിർത്തു വരുന്നത് ഈ പറഞ്ഞ സസ്യമായിരിക്കും. ആ സസ്യത്തെ വളർത്തി ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക. ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം.